ഉണ്ടായിരുന്നു. താനിതിപ്പോ എത്തി? എവിടുന്നോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ ശകുനിക്ക് പിഴച്ച, അതോ ആരെങ്കിലും കയറി ചൊറിഞ്ഞിട്ട് അവര് തിരിച്ച് മാന്തിയ? പറയടോ. അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ കൂട്ടത്തിലാ ഞാൻ. ആർക്കാ പണി കൊടുക്കേണ്ടത്? രാഹുൽ, ആ ഡോക്ടർ മൈഥിലിയെ കുറിച്ചുള്ള ന്യൂസില്ലേ, അപകടം അതാണ്. അവന്മാരെന്നെ തപ്പിപ്പിടിച്ചു. ഞാൻ എന്ത് ചെയ്യണം? ആരാ എന്റെ അടുത്ത് ചോദിക്കുന്നത്? സംസ്ഥാനത്തെ മന്ത്രിമാരെ വരെ സുഖമായി ഉറങ്ങാൻ അനുവദിക്കാത്ത ശകുനിയുടെ പത്രാധിപൻ കിരണോ? അവര് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ശക്തരാണ്. കഷ്ടം. അല്ല, ന്യൂസിന്റെ സോഴ്സ് ചോദിച്ചപ്പോ താൻ എന്റെ പേര് പറഞ്ഞോ? പറഞ്ഞു അല്ലേ? കാര്യങ്ങൾ ഏൽപ്പിച്ച് കൈ നിറയെ പണം തരുമ്പോ നമ്മുടെ ബന്ധങ്ങൾ അവസാനിച്ചെന്ന് ഞാൻ പറഞ്ഞതാ. ഇന്നൊരു കാര്യം ചെയ്യ്, പോവാൻ നോക്ക്. എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെന്താ, ഞാൻ യാത്ര അയക്കണോ? കിരണേ, തന്റെ ഉദ്ദേശം എനിക്കറിയാം. 4 തല്ല് കിട്ടിയെന്ന് വരുത്തി അല്പം കൂടി വിലപേശൽ അല്ലേ? എനിക്ക് പണം വേണ്ട. എങ്കിൽ എഴുന്നേറ്റ് പോ. തന്നെ അന്വേഷിച്ച് അവര് എന്റെ അടുത്തേക്ക് എത്തിയാലേ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എന്നാ പിന്നെ ആ മറുപടി കേൾക്കട്ടെ. മോനെ രാഹുലേ, ഈ പോലീസുകാരുടെ ബുദ്ധിയും കള്ളന്മാരുടെ ബുദ്ധിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പോലീസിനെ വെട്ടിച്ച് നടക്കുമ്പോൾ കള്ളൻ കരുതുക താൻ ഒരുപാട് മിടുക്കനാണെന്നാണ്. പക്ഷേ ചിലന്തി വല നെയ്യുന്നത് പോലെയാണ് പോലീസുകാരൻ്റെ പണി. ചെറിയ ചെറിയ ചരടുകൾ കൊണ്ട് കെട്ടി അങ്ങ് പോകും, ഒടുവിൽ കുടുങ്ങും. ഇനിയിപ്പോ മൈഥിലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും നിഷേധിക്കാനില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ മൈഥിലിയുടെ അടുത്തേക്കൊന്ന് പോകാം. എന്താ, ഇറങ്ങല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലടാ, ഇനി ഞാൻ വരുന്നത് നിന്നെ കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കുമെന്ന്. നിന്നെപ്പോലൊരു പന്നനെ വിശ്വസിച്ചതാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിന് ഞാൻ കൊടുത്ത വില എൻ്റെ ജീവിതം തന്നെയാ. അത് പുറത്തു തരാൻ സാറിങ്ങനെ മനസ്സിലടാ. പറഞ്ഞതിനും പ്രവർത്തിച്ചതിനുമുള്ള കൂലി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിന്റെ ഊഴ. സാരംഗിന്റെ കൈക്കരുത്തും മനക്കരുത്തും ചോർന്നു പോയിട്ടില്ലെന്ന് നീയും മനസ്സിലാക്കണം. സേവിയറെ, ഈ കാര്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന്റെ പേരിൽ ആരും എന്നെ അംഗീകരിക്കൊന്നും വേണ്ട. തെറ്റുകൾ തിരുത്താൻ തുടങ്ങിയപ്പോ ഏറ്റവും കൂടിയതൊന്ന് തിരുത്താൻ അവസരം കിട്ടി. പ്രാണനെ പോലെ എന്നെ സ്നേഹിച്ചു വരുത്തിക്ക് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ നിസ്സാരല്ല. ഒരുപാട് തെറ്റുകൾക്കൊടുവിൽ ഒരു ശരി സാരംഗ് ചെയ്തു. ഐ എം ഹാപ്പി. സാരംഗേ, തെറ്റുകൾ ചെയ്യുമ്പോഴുള്ള വീഴ്ചയും നന്മകൾ ചെയ്യുമ്പോഴുള്ള ഉയർച്ചയും തനിക്ക് മനസ്സിലായല്ലോ. അത് മതി. ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്താടാ, പോവല്ലേ? മൈഥിലിയുടെ മുമ്പിൽ നിനക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിന്റെ മയക്കുമരുന്ന് ബന്ധം അന്വേഷിക്കുന്ന പോലീസുകാരുടെ മുന്നിലേക്ക് നിന്നെ ഞാൻ എത്തിക്കും.